ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കിരിക്കാം. സോജി അച്ഛനും അച്ഛൻ്റെ ടീം മെമ്പേഴ്സും കെനിയയിൽ വന്ന അന്നാണ് വലിയ ഹൃദയമുള്ള ഒരു വൈദികനെ ഞങ്ങൾ കണ്ടത്. അന്നു മുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ സോജി അച്ഛനും സെഹിയോൻ മിനിസ്ട്രിക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം ഇന്ന് അതിനൊരവസരം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. എൻ്റെ മലയാളത്തിന് സ്റ്റാൻഡേർഡ് ഇല്ല, അതുകൊണ്ട് ക്ഷമിക്കുക. ഞാൻ 12 വർഷമായിട്ട് മിഷണറി ആയിരുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വിചിത്രമാണ്. അതിന് കാരണമുണ്ട്. ദൈവം നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മോട് സംസാരിക്കുന്നവനും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈശോയോട് സ്നേഹം തോന്നിയത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മ എന്നെ കുഞ്ഞ് എന്ന് വിളിക്കണമെന്നുള്ളത്. ഞാൻ 4 മക്കളുള്ള വീട്ടിൽ ജനിച്ച ആളാണ്. ഞാൻ 4ാമത്തെ ആളാണ്. എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയെ എൻ്റെ അമ്മ എപ്പോഴും കുഞ്ഞേ കുഞ്ഞേ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കലും എൻ്റെ അമ്മ എന്നെ കുഞ്ഞേ എന്ന് വിളിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, ഉള്ളിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്നെങ്കിലും എൻ്റെ അമ്മ എന്നെയും ഒരു കുഞ്ഞേ എന്ന് വിളിക്കുമെന്ന്. ഞാൻ ഓർത്തു എൻ്റെ അമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം എൻ്റെ മൂത്ത ചേച്ചിയോടാണെന്ന്. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അൾത്താരയിലേക്ക് തിരിഞ്ഞ സമയം അച്ഛൻ സമാധാനം കൊടുക്കാനായിട്ട് ജനങ്ങളെ നോക്കി. ആ സമയം ഈ സ്ത്രീ പറയുകയാണ്, അച്ഛാ, ഞാൻ അന്നേരം കണ്ടത് അച്ഛനെയല്ല ഈശോയെ തന്നെയാണ്. എന്നിട്ട് ഈശോ എന്നെ വിളിക്കുകയാണ്, കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞേ. ആ സ്ത്രീ പറഞ്ഞു, ആ നിമിഷം എൻ്റെ ഉള്ളിലേക്ക് യേശു പ്രവേശിച്ചു. എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ്, ഈ ലോകത്തിൽ ഒരു കുഞ്ഞിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ അമ്മ എന്നെ കുഞ്ഞെ എന്ന് സ്നേഹപൂർവ്വം വിളിക്കണമെന്ന്. എന്നിട്ട് ഈ സ്ത്രീ പറയുകയാണ്, ഞാൻ ഈശോയെ സ്നേഹിക്കാനുള്ള കാരണവും മറ്റൊന്നല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ പോലും അവിടെ നിന്ന് അറിയുന്നു. എനിക്കന്ന് മനസ്സിലായി, ഞാൻ എൻ്റെ അമ്മയുടെ കുഞ്ഞല്ല, ഞാൻ എൻ്റെ ഈശോയുടെ കുഞ്ഞാണ്. എൻ്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഞാൻ. ഈശോയെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ മനുഷ്യരിൽ നിന്ന് സ്നേഹവും ഈ മനുഷ്യരിൽ നിന്ന് കരുണയും മനുഷ്യരിൽ നിന്ന് സഹായവും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നാം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ 1 കൊരിന്തോസ് 15:19 നാം വായിക്കുകയാണ്, നാം ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നാം എല്ലാവരെയും കാൾ അഭിശപ്തരാണ്. നാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിനു വേണ്ടി ജനിക്കപ്പെട്ടവരാണ്. ദൈവം എന്താണ് നമ്മെക്കുറിച്ച് പറയുന്നത് എന്ന് നാം കേൾക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ പരാതികളെല്ലാം അസ്തമിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരിക്കൽ സിസ്റ്റേഴ്സിന് വേണ്ടി ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ എന്താണ് എന്നോട് പറയുന്നത് എന്നൊന്ന് പറയുക. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് എന്തു വചനം പറഞ്ഞാലും ഞാൻ അതേപോലെ ഹൃദയത്തിൽ സ്വീകരിക്കും. ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു, എന്താണ് ഈശോ പറയുന്നത്, എന്ത് ദർശനമാണ് നൽകുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഈ സിസ്റ്ററിന് വേണ്ടി ഒരു സന്ദേശവും കിട്ടിയില്ല. എന്നിട്ട് അവസാനം ഈശോ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ സിസ്റ്ററിനോട് പറയാൻ പറഞ്ഞ്, മകളെ, ഞാൻ നിൻ്റെ ഭർത്താവാണ്. നിന്നെ സ്നേഹിക്കുന്ന, നിന്നോടൊന്നാകാൻ ആഗ്രഹിക്കുന്ന, നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന നിൻ്റെ ഭർത്താവ്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ വേലക്കാരിയുടെ സഹായം ആവശ്യമുണ്ടോ? ഈ സിസ്റ്ററിനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ വിളിച്ചത്, നീ വെറും ഒരു വേലക്കാരൻ മാത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അമിതമായി സ്നേഹിക്കുന്നു. ആ സ്നേഹം നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാതികളെല്ലാം വിറ്റുപോവുകയാണ്. നിൻ്റെ ഭാര്യയ്ക്ക് നിന്നെ സ്നേഹിക്കാൻ സാധിക്കില്ല, പക്ഷെ നിൻ്റെ ദൈവത്തിന് സാധിക്കും. നിൻ്റെ ഭാര്യ സ്നേഹമല്ല, ദൈവം സ്നേഹമാണ്. ഈ ദൈവത്തിനു വേണ്ടിയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്, മനുഷ്യർക്ക് വേണ്ടിയല്ല. അതുകൊണ്ടാണ് മനുഷ്യർ നമ്മളെ മുറിവേൽപ്പിക്കുന്നത്. ബൈബിൾ പണ്ഡിതന്മാർ പറയും, നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കാൻ ആരംഭിക്കുക,
ഈ ബൈബിളിൻ്റെ മധ്യഭാഗത്ത് വരുന്ന വചനം എന്ന് പറയുന്നത് സങ്കീർത്തനം 118 വാക്യം 8 ആണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ബൈബിൾ പണ്ഡിതന്മാർ പറയുകയാണ്, ദൈവവചനത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ സന്ദേശം എന്ന് പറയുന്നത് ഈ വചനമാണ്. ഇത് സങ്കീർത്തനം 118:8. വചനം ഇങ്ങനെയാണ്: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, നമുക്ക് ചൊല്ലാം, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. വലതുകരം ഉയർത്തി എല്ലാവരും ഏറ്റു പറയുക. എല്ലാവരും ഉച്ചസ്വരത്തിൽ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. ഈശോയെ, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ഭർത്താവിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ സഹോദരങ്ങളിൽ, എൻ്റെ അയൽക്കാരിൽ ഞാൻ സഹായിച്ചവരിൽ ഞാൻ പ്രത്യാശയർപ്പിച്ച അവസരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സങ്കീർത്തനം 121:2 ഇപ്രകാരമാണ്. സങ്കീർത്തനം 121:2: ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, എൻ്റെ സഹായം കർത്താവിൽ നിന്ന് വരുന്നു. നമുക്ക് വചനമേറ്റു പറയാം. സങ്കീർത്തനം 121:2. വലതുകരം ഉയർത്തുക. നമുക്ക് ഒരുമിച്ച് ഏറ്റു പറയാം. സങ്കീർത്തനം 121:2. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന്. നമുക്ക് വായിക്കാം 121:2. ചേർന്ന് വായിക്കുക. എനിക്ക് സഹായം ഉയർന്ന സ്വരത്തിൽ ഒരിക്കൽ കൂടെ. ആകാശവും. എനിക്കുള്ള സഹായം വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, പിന്നെയോ ദൈവത്തിൽ നിന്നാണ്. ഇനി ദൈവത്തിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും മനസ്സ് മടുക്കാൻ പാടില്ല. നാം നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. നാം ഉപദ്രവമേൽക്കുമ്പോഴും, നമ്മെ തള്ളിപ്പറയുമ്പോഴും, നമ്മളെ മനുഷ്യർ പുച്ഛിക്കുമ്പോഴും നാം മനസ്സ് മടുക്കാൻ പാടില്ല. പൗലോസ് ലീഗ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 6, 9, 10 വാക്യങ്ങളിൽ ഇങ്ങനെയാണ്: നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സഹായിച്ച വ്യക്തികൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ഒത്തിരി സഹായിച്ചു, വീണ്ടും അവർ നിങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സ് മടുക്കാൻ പാടില്ല. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ സ്വഭാവം തന്നെ ദൈവത്തിൻ്റെതായിരിക്കണം. നമുക്ക് വായിക്കാം, ഒരുമിച്ച് വായിക്കുക. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, ഒരേ വിശ്വാസത്തിൽ, ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും നമുക്ക് മടുപ്പ് തോന്നാൻ പാടില്ല. കാരണം നമ്മുടെ സ്വഭാവം നമ്മുടെ പിതാവിൻ്റെ സ്വഭാവമാണ്. നമ്മുടെ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ്. ഈ പിതാവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 35-36 വാക്യങ്ങൾ. അവിടുന്ന് ദുഷ്ടർക്കും ശിഷ്ടർക്കും ഒരുപോലെ നന്മ ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നന്മ ചെയ്യുന്നതിൽ മാത്രമല്ല, പ്രാർത്ഥിക്കുന്നതിൽ പോലും നമുക്ക് മടുപ്പ് തോന്നാൻ പാടില്ല. ഹല്ലേലൂയ. ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോഴും കൊന്ത ചൊല്ലാറുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ചിന്തിച്ചു, പല പ്രാവശ്യം ഈശോയെ കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു മെക്കാനിക്കലായി പോകുന്നു, ഹൃദയത്തിൽ നിന്നല്ല എന്നൊരു ചിന്ത. ഞാൻ ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി തന്നെയാണോ, അതെയോ പ്രാർത്ഥിച്ചു എന്ന് വരുത്താനാണോ, എൻ്റെ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്ന് ഒരിക്കൽ ഞാൻ സംശയിച്ച് മാതാവിനോട് ചോദിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജപമാലയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? മാതാവേ, നിനക്ക് എൻ്റെ പ്രാർത്ഥനയും സന്തോഷമുണ്ടോ? നീ എന്താണ് എൻ്റെ ഈ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്? കാരണം ചില സമയത്തെങ്കിലും ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ ശ്രദ്ധ പതറിപ്പോകുന്നു, ഹൃദയമില്ലാതെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വൈദികനായതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ ചോദിച്ചു, ഞാൻ ഇങ്ങനെ മെക്കാനിക്കലായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാതാവേ നീ എന്താണ് പറയുന്നത്? എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഫലമുണ്ടാവുന്നുണ്ടോ? അപ്പോൾ മാതാവ്, ഞാൻ വചനം തുറന്നു എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാൻ. അപ്പോൾ സംസാരിച്ച വചനം ഇങ്ങനെയാണ്. ഇത് സങ്കീർത്തനം 144 അധ്യായം 144 വാക്യം 1. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനം ഏറ്റു പറയാം. ഇതാണ് മാതാവ് പറഞ്ഞത്.
നീ ജപമാല അർപ്പിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് മാതാവ് പറഞ്ഞതെന്ന് ഇങ്ങനെയാണ്. നമുക്ക് വായിക്കാം. ഉയർന്ന സ്വരത്തിൽ, എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജപമാല അർപ്പിക്കുമ്പോൾ നിങ്ങൾ ജപമാലയുടെ മണികൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് ഉരുവിടുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത്? യുദ്ധം ചെയ്യാൻ നിന്റെ കൈകളെയും പടപൊരുതാൻ നിന്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. ഇന്ന് ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളോട് വചനം പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധ അമ്മയുടെ സജീവമായ സാന്നിധ്യവും സഹായവും അനുനിമിഷം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. മാതാവിനോടുള്ള ഭക്തി നമ്മെ അശുദ്ധിയിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന്, പാപ തഴക്ക ദോഷങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കെനിയയിൽ വെച്ച ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞതാണ്, ഈ ചെറുപ്പക്കാരന് കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പോണോഗ്രഫിക്ക് അഡിക്റ്റാണ്. എപ്പോഴും എവിടെയെങ്കിലും സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് അപ്പോൾ തന്നെ തിന്മയിലേക്ക് ആളുടെ ചിന്ത പോവുകയാണ്. ഒരു തരത്തിലും അദ്ദേഹത്തിന് ചിന്തയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ദൈവം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അശുദ്ധ വിചാരം മനസ്സിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ വെളിപ്പെടുത്തൽ പോലെ കിട്ടിയത് ഇങ്ങനെയാണ്. ഈ സഹോദരന് ഒരു മാതാവിൻ്റെ പടം കൊടുക്കുക, മാതാവിൻ്റെ മുഖമുള്ള ഒരു പടം. എന്നിട്ട് ഈ സഹോദരോട് പറഞ്ഞു, ഈ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ് ഒന്നും സംസാരിക്കേണ്ടതില്ല, ഒന്നും പ്രാർത്ഥിക്കേണ്ടതില്ല. മാതാവിൻ്റെ മുഖത്തേക്ക് സ്നേഹപൂർവം നോക്കിക്കൊണ്ടിരിക്കുന്ന ഏത് മനുഷ്യനും അശുദ്ധ പാപങ്ങളിൽ നിന്ന് മോചിതനാകും. കാരണം ഈ ലോകത്തിൽ ഏതെങ്കിലും സ്ത്രീ ഏറ്റവും സുന്ദരിയായിട്ടുണ്ടെങ്കിൽ അത് മാതാവാണ്. മാതാവിൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഉത്ഭവ പാപമില്ലാതെ ജനിച്ചു, വിശുദ്ധയായി ജീവിച്ചു, വിശുദ്ധിയുടെ നിറകുടമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ആ വിശുദ്ധിയിൽ പങ്കുചേരുകയാണ്, അവരിൽ നിന്ന് അശുദ്ധി വിട്ടുപോവുകയാണ്. ഈ മാതാവിൻ്റെ വിശുദ്ധിയും സൗന്ദര്യവും കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ കണ്ണുകൾ തന്നെ പൗത്രീകരിക്കപ്പെടുന്നു. ഒരു അശുദ്ധ ചിന്തയോടുകൂടി മറ്റൊരു സ്ത്രീയെയും നോക്കാൻ അവർക്ക് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മടുപ്പ് തോന്നരുത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സങ്കീർത്തിയിൽ നിന്ന് നമ്മുടെ ടീം മെമ്പേഴ്സിനോട് ചോദിച്ചു, എന്താണ് മലയാളികളോട് പറയുക? അവർ പറഞ്ഞു, അച്ഛൻ, മലയാളികളെല്ലാം വളരെ നല്ല മനുഷ്യരാണ്, അവരെ എല്ലാ ധ്യാനവും കൂടും, അവർ കൂടാത്ത ധ്യാനങ്ങളില്ല, അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. പ്രിയപ്പെട്ടവരെ, പക്ഷെ നല്ല മനുഷ്യരെക്കുറിച്ച് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു കണ്ടെത്തൽ ഇങ്ങനെയാണ്: നല്ല മനുഷ്യരാരും സ്വർഗത്തിൽ പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം സ്വർഗം നല്ലവർക്കുള്ള സ്ഥലമല്ല, സ്വർഗം വിശുദ്ധർക്കുള്ള സ്ഥലമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു ഹിന്ദുവിനും ഒരു മുസ്ലിമിനും യേശുവിൽ വിശ്വാസമില്ലാത്തവർക്കും നമുക്കറിയാം, ഈ രാജ്യത്ത് മനുഷ്യർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛാ, വിശ്വാസമില്ലാത്തവരാണ് കൂടുതൽ നല്ല മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം നല്ലവർക്കുള്ളതല്ല, അത് വിശുദ്ധർക്കുള്ളതാണ്. ഹെബ്രായ ലേഖനം 12:14 നാം ഇപ്രകാരം വായിക്കുകയാണ്: വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. വെളിപാടിന്റെ പുസ്തകം 21:27 വാക്യം ഇങ്ങനെയാണ്: അശുദ്ധി പ്രവർത്തിക്കുന്നവരാരും ഈവൻ വ്യാജം പറയുന്നവർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടുന്ന ചെറിയ തിന്മകൾ പോലും, ചെറിയ നുണ പോലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ തടസ്സമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നാം നന്മ ചെയ്യുന്നതിൽ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൽ ഒരിക്കലും മടുപ്പ് തോന്നാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിൻ്റെ പ്രതിഫലമുണ്ട്. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകൾ വളരെ സൂക്ഷ്മമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും നന്മ യേശു നാമത്തിൽ ചെയ്തിട്ടുണ്ടോ, ഇതിനെല്ലാം ദൈവത്തിൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടാനിരിക്കുന്നു. ഹല്ലേലൂയ. ബോംബെ ധ്യാന കേന്ദ്രത്തിലായിരുന്നു ആദ്യ കാലങ്ങളിൽ ഞാൻ അച്ഛനായി കഴിഞ്ഞ്. അപ്പോൾ അവിടെ മദ്യപാനിയായ ഒരു മനുഷ്യൻ ധ്യാനിക്കാമെന്ന് ഓർക്കുകയാണ്. അദ്ദേഹം
ഫുള്ള് മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മദ്യപിച്ച് വരുന്നവർക്ക് മിക്കവാറും വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അവരെ ധ്യാനത്തിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഫുള്ള് മദ്യപിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങേർക്ക് ഇവിടെ ധ്യാനിക്കാൻ പറ്റുകയില്ല, ഇനിയിപ്പോൾ ധ്യാനിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ആരെങ്കിലും കൂടെ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ വേറെ ആരുമില്ല, ഞാൻ തന്നെയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്കൊരു നിയമമുണ്ട്, ഇങ്ങനെ മദ്യപിച്ച് വരുന്നവർക്ക് ഇവിടെ ധ്യാനിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛാ അപ്പം എന്നെ പോലെയുള്ള മദ്യപാനികൾക്കല്ല ഈ ധ്യാനകേന്ദ്രമെങ്കിൽ അച്ഛ ഇതെന്നെ വിശുദ്ധർക്കുള്ള സ്ഥലമാണോ? ഞങ്ങളെപ്പോലെയുള്ള പാപികളെയല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത്? ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുക്കിലേക്ക് വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയുകയില്ല. ചില മനുഷ്യർ മദ്യപിച്ച് കഴിഞ്ഞാൽ അവർക്കില്ലാത്ത ബുദ്ധി പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. എത്ര പറഞ്ഞിട്ട് ഈ മനുഷ്യന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, ദൈവം എന്താണ് പറയുന്നത്? അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വചനമെടുത്തപ്പോൾ ഈശോ സംസാരിച്ചത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 60-ാം വാക്യമാണ്. ഇദ്ദേഹമാണെങ്കിൽ മദ്യപിച്ചിട്ടുണ്ട്, ചൂടാകുന്നു, എല്ലാവരുടെ മുമ്പിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പം ദൈവം സംസാരിച്ച് ഇങ്ങനെയാണ് ഈ മനുഷ്യനെ കുറിച്ച്. എസെക്കിയേൽ 16:60 വചനം ഇങ്ങനെയാണ്: നിന്റെ യൗവനത്തിൽ നിന്നോട് ചെയ്ത ഉടമ്പടി ഞാൻ ഓർമ്മിക്കും, നീയുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ മദ്യപാനിയായ മനുഷ്യനോട് ദൈവത്തിന് കരുണയുണ്ടെന്ന് ഈ വചനത്തിലൂടെ വെളിപ്പെടുകയാണ്. ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ധ്യാനം കൂടിക്കൊള്ളുക, നിങ്ങൾ മദ്യപാനിയാണെങ്കിലും സാരമില്ല. അദ്ദേഹം അകത്തേക്ക് കയറുന്ന വഴിക്ക് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും നന്മ ദൈവത്തെ പ്രതി ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുകയോ അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെ സഹായിക്കുകയോ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം ചെറുപ്പത്തിൽ ഒരു മിഷനറിയായ വൈദികന്റെ കൂടെ പോയി താമസിക്കുകയും ആ അച്ഛന് സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ തീവ്രവാദവും പ്രശ്നവും ഉള്ള സ്ഥലമായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം അവിടെ കുറേ കാലം അച്ഛൻ്റെ കൂടെ സഹായിച്ചു. അച്ഛന് എപ്പോഴാണോ ട്രാൻസ്ഫർ കിട്ടിയത് അപ്പോഴാണ് അദ്ദേഹം അവിടെ നിന്ന് മാറിയത്. എന്നിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നു, അവിടെ ഒരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് പരാജയപ്പെട്ടു. അങ്ങനെയാണ് മദ്യപാനം ആരംഭിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രണമില്ലാത്ത മദ്യപാനമാണ്, കാരണം എല്ലായിടത്തും പരാജയമായിരുന്നു. ഈ സമയത്താണ് ആരോ പറഞ്ഞ് അദ്ദേഹത്തെ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, ഈ മനുഷ്യൻ മദ്യപാനിയായിക്കൊള്ളട്ടെ, ഈ മനുഷ്യൻ എന്നെ മറന്നുപോയവനായിക്കൊള്ളട്ടെ, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി, എൻ്റെ വൈദികന് വേണ്ടി ചെറുപ്പകാലത്ത് ചെയ്ത ഒരു നന്മ പോലും ഞാൻ വിസ്മരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മളൊന്നിനും യോഗ്യരല്ല. പണ്ടെന്നോ നമ്മൾ അറിയാതെ ചെയ്ത ഒരു സത്പ്രവൃത്തി വലിയ നന്മ സ്വരൂപിയായ ദൈവത്തിൻ്റെ കണ്ണുകൾ കാണുകയും നമ്മെ ഇന്ന് കടാക്ഷിക്കാൻ മനസ്സായിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന എന്തൊരു നന്മ പ്രവൃത്തിയായിക്കൊള്ളട്ടെ, അത് ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധിയിൽ ദൈവം നിങ്ങളുടെ സഹായത്തിനെത്തും. ഈശോ പറയുകയാണ്, ഈ മനുഷ്യൻ അന്ന് ചെയ്ത ആ നന്മയെ പ്രതി ഞാൻ ഈ മനുഷ്യനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി, അത് ഞാൻ വിസ്മരിക്കുകയില്ല. ഇവൻ മദ്യപാനിയായി മാറുമ്പോഴും ഇവൻ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പണ്ട് കാലത്ത് ഞാൻ ഈ മനുഷ്യനോട് ചെയ്ത ഉടമ്പടി ഞാൻ ഇന്നും ഓർത്തു വെക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങനോട് സംസാരിക്കണമേ. മനസ്സ് മടുക്കാതെ അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവായ ഈശോയെ, ഞാൻ അങ്ങയുടേതാണ്. കെനിയയിലുള്ള ഒരു സ്ഥലമാണ് മൊംബാസ. ഈ മൊംബാസ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നൈറോബിയിലേക്ക് 10 മണിക്കൂർ യാത്രയുണ്ട്. ഈ 10 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു സ്ത്രീ അവിടെ ധ്യാനിക്കാൻ വന്നു. ഈ സ്ത്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സ്ത്രീയുടെ മകന് വിശ്വാസം നഷ്ടപ്പെട്ടു. കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് ഒരു മുസ്ലിം സ്ത്രീയുടെ പിന്നാലെ പോയി വീട്ടിൽ വന്ന് ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സ്ത്രീയുടെ വീട് ഈ മകൻ കൈക്കലാക്കി. അപ്പോൾ ഈ സ്ത്രീ ഭയന്ന് വിറച്ചാണ് ആരോ പറഞ്ഞ ധ്യാനത്തിന് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ, ഞാൻ നൊന്ത് പെറ്റ് വളർത്തിയ എൻ്റെ സ്വന്തം മകൻ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്.
ഞാൻ പറയുന്നൊന്നും കേൾക്കുകയില്ല, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായി മറ്റൊരു സ്ത്രീയുടെ കൂടെ താമസിക്കുന്നു. അത് ഈ മകനേക്കാൾ പ്രായമുള്ള സ്ത്രീയുടെ കൂടെയാണ്. വിശ്വാസം പോലും ഉപേക്ഷിച്ചു. അപ്പോൾ ഈ സ്ത്രീ വന്നിരിക്കുകയാണ്, അച്ഛൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകൻ തന്നെ എന്നെ ഇറക്കി വിട്ടു. പ്രിയപ്പെട്ടവർ, ഈ സ്ത്രീയോട് സംസാരിച്ച് ഈ സ്ത്രീയോട് ചോദിച്ചു, യേശു ക്രിസ്തുവിന് സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അച്ഛ, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ എൻ്റെ മകനെ പ്രതിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനം ഇങ്ങനെയാണ് ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഏറ്റുപറയുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ സഹോദരിയോട് പറഞ്ഞു, നിന്റെ വിശ്വാസം മൂലം നിന്റെ മകനെ തിരിച്ചെടുക്കാൻ നിന്റെ ദൈവത്തിന് സാധിക്കും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ മകൻ ഇപ്പോൾ വിശ്വാസമില്ല, ഇവൻ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ചു, ഇവൻ ഇപ്പോൾ ഇന്ന് മറ്റൊരു മതത്തിൽ തന്നെ ചേർന്നിരിക്കുകയാണ്, എങ്ങനെയാണ് ഈ മകനെ രക്ഷിക്കാൻ സാധിക്കുക എന്നറിയുകയില്ല. അപ്പോൾ ഈ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ വചനം ഇതാണ്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഈ സ്ത്രീയോട്, മൊംബാസയിൽ നിന്ന് നൈറോബിയിലേക്ക് വന്ന ഈ സ്ത്രീയോട് ദൈവം പറഞ്ഞു. യേശയ്യാ 49-24-25 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശക്തനിൽ നിന്ന് ഇരയെയോ, ചേർന്ന് വായിക്കുക, ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കാൻ കഴിയുമോ? കഴിയും, കർത്താവ് അരുളി ചെയ്യുന്നു. ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ സ്ത്രീയോട് സംസാരിക്കുകയാണ്. ശക്തനിൽ നിന്ന് ഇരയെയോ, നിന്റെ മകൻ ഒരു ഇരയായി, ഒരു അടിമയായി അവനെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവനൊരു തിന്മയ്ക്ക് അടിമയാണെങ്കിൽ, അവൻ വിശ്വാസം ഉപേക്ഷിച്ചെങ്കിൽ, അവനെ മോചിപ്പിക്കാൻ യേശു ക്രിസ്തുവിന് സാധിക്കും. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, അവിടുന്ന് ചരിത്രത്തിൽ ജീവിച്ചവനല്ല, അവിടുന്ന് ഇന്നും ജീവിക്കുന്നവനാണ്, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നവനാണ്, നമ്മുടെ കൂടെ ജീവിക്കുന്നവനാണ്. അവിടുന്ന് എല്ലാറ്റിൻ്റെയും അധികാരിയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, എല്ലാ അധികാരവും, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും ഇതാ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ചിന്തിച്ചു വെച്ചിരിക്കുകയാണ്, ഈശോയ്ക്ക് അധികാരമുണ്ട്, പക്ഷെ അത് സ്വർഗത്തിലാണ്. ഒന്നോർക്കുക, യേശു ക്രിസ്തുവിന്റെ അധികാരം സ്വർഗത്തിൽ മാത്രമല്ല, അത് ഭൂമിയിലുണ്ട്. നിങ്ങളുടെ ഭർത്താവിന്റെ മേലുണ്ട്, നിങ്ങളുടെ മക്കളുടെ മേലുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 21-ാം വാക്യം, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാനമെത്രേ. കർത്താവിന്റെ തീരുമാനമാണ് നടപ്പിൽ വരിക. ഈ സ്ത്രീയോട് ദൈവം സംസാരിച്ചു, നിന്റെ മകനെ സ്വേച്ഛാധിപതിയിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിയും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിന്റെ മക്കൾ മദ്യപാനത്തിന് അടിമപ്പെട്ടവരായിക്കൊള്ളട്ടെ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരായിക്കൊള്ളട്ടെ, തെറ്റായ ബന്ധത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, വിശ്വാസം ഉപേക്ഷിച്ചവരായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തുവിന്റെ ഒരു വാക്ക് മതി ഇവർ രൂപാന്തരപ്പെടാൻ. ഈ യേശു ക്രിസ്തുവിന്റെ വാക്കല്ലേ നമ്മളെ മാറ്റിയത്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. ഈ രാജ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് വന്ന ആരംഭകാലത്ത് നാം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഈ നാട്ടിൽ നിലനിൽക്കാനോ ജീവിക്കാനോ നമുക്ക് സാധിക്കുമെന്ന്, ഒരു ജോലി കിട്ടുമെന്ന് നാം പ്രതീക്ഷിച്ചില്ല, ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് നമുക്ക് അപ്രൂവൽ തരുമെന്ന് നാം ചിന്തിച്ചില്ല. യേശു ക്രിസ്തുവിന്റെ വാക്ക് അതാണ് നമ്മെ രക്ഷിച്ചത്. ഈ യേശു ക്രിസ്തുവിനെ നിന്റെ മകന്റെ മേൽ, മകളുടെ മേൽ, നിന്റെ ജോലിയുടെ മേൽ, നിന്റെ പ്രതിസന്ധിയുടെ മേൽ, നിന്റെ
വിവാഹം നടക്കാത്ത അവസ്ഥയുടെ മേൽ, മക്കളില്ലാത്ത അവസ്ഥയുടെ മേൽ യേശുക്രിസ്തുവിന്റെ ഒരു വാക്ക് എല്ലാം മാറ്റിമറിക്കും. ഈ യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ഈ സഹോദരിയോട് പറഞ്ഞു കൊടുത്തു, എല്ലാ ദിവസവും വിശ്വാസം നഷ്ടപ്പെട്ട മകനു വേണ്ടി 10 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലുക. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ സഹോദരിയോട് പറഞ്ഞു 10 പ്രാവശ്യം വെച്ച് വിശ്വാസം നഷ്ടപ്പെട്ട മകനു വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സഹോദരി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ സോജിയച്ചൻ പറഞ്ഞു, എല്ലാ മാസവും ധ്യാനമുണ്ട്. അവസാനം 1 മാസത്തിന് ശേഷമുള്ള ഒരു ധ്യാനത്തിൽ ഒരു ചെറുപ്പക്കാരൻ സ്റ്റേജിൽ കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ മൊംബാസിൽ നിന്നാണ് വരുന്നത്, ഞാൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു, ഞാൻ മദ്യപാനിയായിരുന്നു, ഞാൻ എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ വിശ്വാസം ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, 1 മാസമായി ഏതോ ഒരു ശക്തി എന്നെ സ്പർശിക്കുകയാണ്. ഞാൻ പോലും അറിഞ്ഞില്ല എങ്ങനെ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ എത്തിയെന്ന്. ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, എല്ലാവരും കേൾക്കേ, എനിക്ക് എൻ്റെ അമ്മയോട് മാപ്പ് ചോദിക്കണം. ഞാൻ ഈ സ്ത്രീയെ കണ്ടു, ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് കൈവീശി കാണിക്കുകയാണ്, ഇത് തന്നെയാണ് അച്ഛാ എൻ്റെ മകൻ, ഇവനെ ഇതാ ദൈവം തൊട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുക്രിസ്തുവിന്റെ കണ്ണുകൾ സൂക്ഷ്മമാണ്, അവിടുത്തെ കാതുകൾ ജാഗരൂകമാണ്. മനുഷ്യർക്ക് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും പറയുന്നു, കേട്ടില്ല എന്ന് മനുഷ്യർക്ക് നടിക്കാം. പക്ഷെ ദൈവം അങ്ങനെയല്ല. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെയാണ്, അവിടുന്ന് മനുഷ്യനല്ല വ്യാജം പറയാൻ, അവിടുന്ന് ദൈവമാണ്. നിങ്ങൾ ഒരു കാര്യം ദൈവത്തോട് ആവശ്യപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അത് ചെയ്തു തരും. നിങ്ങളുടെ മകന് വേണ്ടി ആയിക്കൊള്ളട്ടെ, മകൾക്ക് വേണ്ടി ആയിക്കൊള്ളട്ടെ, ഭർത്താവിന് വേണ്ടി ആയിക്കൊള്ളട്ടെ, ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നമുക്ക് വചനം ആവർത്തിക്കാം, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് ചെയ്യാതിരിക്കുമോ, പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിലേക്ക് ദൈവമാണ് നമ്മളെ കൊണ്ടുവന്നത്. യേശു ക്രിസ്തു, അവിടുത്തെ ഔദാര്യം, അവിടുത്തെ കരുണ നാം ഒന്നിനും അർഹരല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം ഒന്നിനും അർഹരല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യുന്നതിൽ, ക്ഷമിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരി കെനിയയിൽ വെച്ച് തന്നെയാണ്. ഈ സഹോദരി ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു. ഈ സഹോദരി പറഞ്ഞു, അച്ഛാ ഇതൊന്നും ബ്ലസ് ചെയ്ത് തന്നെ. ഈ ആഫ്രിക്കയിൽ ഒരു പ്രത്യേകതയുണ്ട്, മനുഷ്യർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ ഓടി അച്ഛൻ്റെ അടുത്ത് വരും. അവരുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം അവരെ ആശീർവദിക്കും. ജോലിക്ക് പോകുന്നതിന് മുമ്പ്, പ്രൊമോഷൻ കിട്ടുന്നതിന് മുമ്പ് അവർ വന്ന് അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ട് പറയും, അച്ഛൻ ഇതൊന്ന് ആശീർവദിക്കണം. ഒരിക്കലും ഒരു സഹോദരി ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് പറയുക, അപ്പോൾ നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ സഹോദരി പറയുകയാണ്, അച്ഛൻ ആദ്യം പ്രാർത്ഥിക്ക്, ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ സഹോദരിയോട് ചോദിച്ചു, ആദ്യം ഇതിൻ്റെ ഇൻറ്റൻഷൻ പറയുക. അപ്പോൾ ഈ സ്ത്രീ പതുക്കെ പറയുകയാണ്, അച്ഛാ ഇതൊരു വിവാഹമോചന ഡോക്യുമെൻ്റാണ്, അച്ഛൻ ഇത് ആശീർവദിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ശരിയാവും, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി, ഞങ്ങൾ അച്ഛന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിവാഹം ആശീർവദിക്കുക എന്നുള്ളതാണ്. വിവാഹമോചനം ആശീർവദിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഒരു കാരണവശാലും ഞങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അച്ഛൻ ആദ്യം എൻ്റെ പ്രശ്നം കേൾക്കണം. എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണ്. അച്ഛൻ, ഞങ്ങൾക്ക് 5 മക്കളുണ്ട്. പക്ഷെ എൻ്റെ ഭർത്താവിന് സ്വന്തം മക്കളുടെ പേര് പോലും അറിയില്ല. അദ്ദേഹം വളരെ ഉത്തരവാദിത്വമില്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ മടുത്തു, മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മൃഗതുല്യനാണ്. അദ്ദേഹം എൻ്റെ മുടിയിൽ പിടിച്ചു വലിക്കും, എൻ്റെ കൊങ്ങയ്ക്ക് ഞെക്കും. അച്ഛൻ, എനിക്ക് ആ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് വിശ്വാസമില്ല, പള്ളിയിൽ പോവില്ല. എന്നിട്ട് ആ സ്ത്രീ പറയാണ്, അച്ഛൻ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ആശീർവദിച്ചതാട്ടെ, ഇതെല്ലാം ഒന്ന് ശരിയായി കിട്ടാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിയോട് പറഞ്ഞു, പൗലോസ്ലീഹായുടെ ലേഖനം 1 കൊരിന്തോസ് അധ്യായം 7 വാക്യം 14 ഇപ്രകാരമാണ്, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. ഈ സഹോദരിയോട് പറഞ്ഞു, നിന്റെ അവിശ്വാസിയായ, പള്ളിയിൽ പോകാത്ത, വിശ്വാസമില്ലാത്ത ഈ ഭർത്താവിനെ ദൈവം നിനക്ക് തന്നതാണ്. നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ വിശുദ്ധിയിലൂടെ നീ ഭർത്താവിനെ വീണ്ടെടുക്കണം. വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു എന്ന് വചനത്തിൽ പറയുകയാണ്. അപ്പൊ ഈ സഹോദരി പറയാണ്, അച്ഛാ എങ്ങനെയാണ് ഈ മനുഷ്യനെ വീണ്ടെടുക്കാൻ പറ്റുന്നത്? ഈ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നു, മുടിയെ പിടിച്ചു വലിക്കുന്നു, കൊങ്ങയ്ക്ക് ഞെക്കുന്നു. ഈ സഹോദരിയോട് പറഞ്ഞു,
ശരിക്കു പറഞ്ഞാൽ ഭർത്താവ് നിന്റെ കൊങ്ങിക്ക് പിടിച്ച് ഞെക്കുമ്പോൾ അല്ലെങ്കിൽ മുടിയെ പിടിച്ച് വലിക്കുമ്പോൾ ഈ ശരിക്കു പറഞ്ഞാൽ ഭർത്താവ് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവളെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എന്നോട് കരുണ കാണിക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ നശിച്ചു പോകുന്നത്, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ മദ്യപാനിയായിരിക്കുന്നത്, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്നത്, അവിശ്വസ്തത കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തോബിത്തിന്റെ പുസ്തകം അധ്യായം 8 വാക്യം 17 പ്രകാരമാണ്, കർത്താവേ അവരിൽ കനിയണമേ. ആവർത്തിച്ചേറ്റു പറയുക, കർത്താവേ അവരിൽ കനിയണമേ. ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് ഈ വചനം നാം വായിക്കേണ്ടത്. കർത്താവേ എൻ്റെ ഭർത്താവിൽ കനിയണമേ, എൻ്റെ ഭാര്യയിൽ കനിയണമേ, ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ ഭാര്യയുടെ ജീവിതത്തെ ധന്യമാക്കണമേ. നിന്റെ വിവാഹം എന്ന് പറയുന്ന കൂദാശ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തെ ധന്യമാക്കാനാണ്. നിന്റെ ഭർത്താവിന് കൃപയും സന്തോഷവും കരുണയും ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണ് നിന്റെ ദൈവ വിളിയുടെ ലക്ഷ്യം. നാം ഇത് മറക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം അകന്നു പോകുന്നു. ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്തം ഭാര്യയെ കുറ്റം വിധിക്കലല്ല, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ഈ ഭാര്യ, ഈ ഭർത്താവ് എപ്പോൾ തളർന്നു പോകുന്നുവോ, ശൂന്യത അനുഭവിക്കുന്നോ, അപ്പോഴാണ് നമ്മെ ഉപദ്രവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവ പിതാവിന്റെ ഹൃദയം ഈശോ കാണിച്ചു തന്നു. ഈശോ ഇങ്ങനെ പറയുകയാണ് പിതാവിനെ കുറിച്ച്. ഇത് മത്തായിയുടെ സുവിശേഷം അധ്യായം 18 വാക്യം 14. അവിടുന്ന് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. നിന്റെ മദ്യപാനിയായ ഭർത്താവ് നശിച്ചു പോകാൻ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. നിന്റെ മദ്യപാനിയായ ഭർത്താവ് നിന്റെ പ്രാർത്ഥനയിലൂടെ വീണ്ടെടുക്കപ്പെടണം എന്നുള്ളതാണ് നിന്റെ ദൈവപിതാവിന്റെ ആഗ്രഹം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 11 വാക്യം നാം വായിക്കുകയാണ്, അവരോട് പറയുക, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, പ്രത്യുത അവൻ തിരിച്ചു വരുന്നതിലാണ് എൻ്റെ ആനന്ദം. നിങ്ങൾ എപ്പോഴെങ്കിലും ദുഷ്ടൻ മരിക്കുന്നതിൽ, നിങ്ങളുടെ ഭർത്താവ് നഷ്ടപ്പെടുന്നതിൽ, അവരുമായി വേർപെടുന്നതിൽ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവപിതാവിന്റെ ആഗ്രഹമല്ല, അത് മനുഷ്യ ചിന്ത മാത്രമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മടുപ്പ് തോന്നാതെ നമ്മുടെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ദൈവത്തിൻ്റെ കണ്ണുകൾ സൂക്ഷ്മമാണ്, അവിടുത്തെ കാതുകൾ ജാഗരൂകമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ടാണ് മനുഷ്യർ പറയും, അച്ഛാ ഞാൻ ക്ഷമിച്ചു, ഞാൻ പല ധ്യാനം കൂടി, പക്ഷെ എൻ്റെ ഭർത്താവ് എനിക്കെതിരെ ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ, എൻ്റെ അമ്മായിയമ്മ എനിക്കെതിരെ ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ, അച്ഛാ പിന്നെയും അത് ഓർക്കുമ്പോൾ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം അധ്യായം 5 വാക്യം 44 അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞത് ശത്രുവിനോട് ക്ഷമിക്കുക എന്നതിനേക്കാൾ ഉപരി സ്നേഹിക്കുക എന്നതാണ്. ക്ഷമ പൂർത്തിയാവുന്നത് സ്നേഹത്തിലാണ്. നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ ക്ഷമിച്ചു, പക്ഷേ ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു അകലം പാലിക്കുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ അമ്മായിയമ്മയോട് ക്ഷമിച്ചു, പക്ഷെ അമ്മായിയമ്മ വരുമ്പോൾ നിങ്ങൾ മുഖം മാറി നടക്കുന്നു. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ക്ഷമ പൂർത്തിയായിട്ടില്ല. ക്ഷമ പൂർത്തിയാകണമെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് നാം ഒരു വ്യക്തിയോട് യഥാർത്ഥത്തിൽ ഹൃദയപൂർവ്വം ക്ഷമിച്ചു എന്ന് മനസ്സിലാക്കുന്നത്? കൊരിന്തോസാർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ പ്രത്യേകത പൗലോസ് വെളിപ്പെടുത്തുകയാണ്. സ്നേഹം ദയയുള്ളതാണ്, സ്നേഹം അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്, സ്നേഹം ഒരിക്കലും ആത്മപ്രശംസ ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭർത്താവിനോട്, അമ്മായിയമ്മയോട്, നിങ്ങളുടെ സഹപാഠിയോട്, നിങ്ങളുടെ അയൽക്കാരനോട് നിങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഈ വ്യക്തി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അസ്വസ്ഥത, നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ഒച്ചയുണ്ടാക്കുന്നു,
ക്ഷമ പൂർത്തിയാവുന്നത് സ്നേഹത്തിലാണ്. സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്നതുവരെ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മദ്യപാനിയായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടതോർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും നമ്മിൽ തന്നെ നല്ലവരല്ല. ഏറ്റുപറയുക, നമ്മളാരും നമ്മിൽ തന്നെ നല്ലവരല്ല. അവനിൽ തന്നെ നല്ലവനായിട്ടുള്ള ഒരേ ഉള്ളൂ. അത് ഈശോ മാത്രമാണ്, ദൈവം മാത്രമാണ്. നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി പറയും, എല്ലാം കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനിയായ മനുഷ്യനെ കണ്ടതോർക്കുകയാണ്. ഇദ്ദേഹം ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ 14 വർഷമായി അദ്ദേഹം മദ്യപാനമേ ഇല്ല. എന്നാൽ നീണ്ട 20 വർഷക്കാലം അദ്ദേഹം മദ്യപാനിയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ മദ്യപാനം ആരംഭിച്ചത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. സുഹൃത്തുക്കൾ വന്ന് പറയുമ്പോൾ അവരോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ മദ്യം വാങ്ങിക്കും, അവർക്ക് കൊടുക്കും. അവരൊറ്റയ്ക്ക് കുടിക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനും കൂടെ കൂടും. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ മദ്യപിക്കാൻ വേണ്ടി മദ്യപിച്ചതല്ല, കൂട്ടുകാർക്ക് വേണ്ടി മദ്യപിച്ചതാണ്. നല്ലൊരു മനുഷ്യൻ. ഇദ്ദേഹത്തിന് കൂട്ടുകാരെ പിണക്കുന്ന ഇഷ്ടമല്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മദ്യപിച്ച് ഇദ്ദേഹം ഒരു മുക്കുടിയനായി മാറി. ഒരിക്കൽ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഇങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബവും മക്കളും എല്ലാവരും പ്രശ്നത്തിൽ. ഇദ്ദേഹം മദ്യപാനം നിർത്താൻ തീരുമാനിച്ചു. ധ്യാനം കൂടി, തീരുമാനമെടുത്ത് 1 മാസം നിർത്തി. വീണ്ടും കൂട്ടുകാർ വന്നു, പുനരാരംഭിച്ചു. 3 മാസം നിർത്തി. ഇദ്ദേഹം പറഞ്ഞാണ്, അച്ഛാ, ധ്യാനം കൂടി 6 മാസം വരെ ഞാൻ മദ്യപിക്കാതിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും എന്തെങ്കിലും ഒരു പാർട്ടി, ഒരു മീറ്റിംഗ്, ഞാൻ വീണ്ടും മദ്യപിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ ഒരിക്കൽ ഇദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് ഈ മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഒരിക്കൽ ധ്യാനത്തിന് ശേഷം അദ്ദേഹം ഈശോയോട് പറഞ്ഞു, എല്ലാ ദിവസവും ധ്യാനത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു, ഈശോയെ, എനിക്കിനി മദ്യം തൊടണ്ട, നീ എനിക്ക് അതിനുള്ള കൃപ നൽകുക. നീ എൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ എന്നിലുള്ള ശൂന്യത അപ്രത്യക്ഷമാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ അങ്ങനെ എല്ലാ ദിവസവും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും ഒരിക്കലും ഒരു പാർട്ടി നടന്നു. കൂട്ടുകാർ വന്നു, മദ്യം അവർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിർത്തി, ഞാൻ ഇനി തൊടുക പോലുമില്ല. കൂട്ടുകാർ നിർബന്ധിച്ച് അദ്ദേഹത്തിന് കുറച്ച് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്കിരിക്കുക, നിങ്ങൾ എങ്ങനെയാണ് വെള്ളം മാത്രം കുടിക്കുക, ഞങ്ങളെല്ലാം മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കൊടുത്തു. കൂട്ടുകാരുടെ നിർബന്ധം മൂലം ഇദ്ദേഹം മദ്യം വായിലേക്ക് ഒഴിച്ചതും ഇദ്ദേഹം ഛർദ്ദിച്ചു. അദ്ദേഹം ആ ഛർദ്ദിച്ചോടുകൂടി കൂട്ടത്തിലുള്ളവർക്ക് മദ്യപിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അന്നു മുതൽ മദ്യപാനത്തോടുള്ള ദാഹം പോലും എനിക്ക് വിട്ടുപോയി. മദ്യം കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അച്ഛാ, എനിക്ക് മനസ്സിലായി, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ശ്രമിച്ചതാണ്, പക്ഷെ ദൈവം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ശക്തി കൊണ്ട് എൻ്റെ പാപപ്രവണതയെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടത്തിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട് പോണോഗ്രഫിക്ക്, ഇന്റർനെറ്റിന്, സെൽഫോണിന്, കമ്പ്യൂട്ടർ ഗെയിംസിന് അഡിക്റ്റഡ് ആയിട്ടുള്ളവർ. നാം എത്ര ശ്രമിച്ചിട്ടും തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് പിന്തിരിയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അശ്ലീല സംഭാഷണമായിരിക്കാം, മ്ലേച്ഛകരമായ ബന്ധങ്ങളായിരിക്കാം, ആരും അറിയുന്നില്ല എന്ന് കരുതി നാം കാണിച്ചു കൂട്ടുന്ന തിന്മകളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ദൈവത്തെ നാം നമ്മുടെ ഉള്ളിലേക്ക് വിളിച്ച് പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ പാപത്തെ അതിജീവിക്കാൻ നമുക്ക് കരുത്ത് നൽകുകയാണ്. നമ്മുടെ കഴിവുകൊണ്ട് നാം മനസ്സിലാക്കുക, നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിൽ നാം വായിക്കുക, നമ്മുടെ സത്പ്രവൃത്തികളെല്ലാം കൂട്ടിവെച്ചാൽ അത് ഒരു കീറത്തുണിക്ക് സമാനമേ ആവുന്നുള്ളൂ. നാം എത്രമാത്രം നന്മ ചെയ്യാനും സത്പ്രവൃത്തികൾ ചെയ്യാനും ശ്രമിച്ചാലും പ്രിയപ്പെട്ടവരെ, അത് ഒരു കീറത്തുണിക്ക് സമാനമാണ്. ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നാം വായിക്കുന്നു യെശയ്യാ 64:6, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 64 വാക്യം 6 നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സത്പ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു,
കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, എല്ലാവരും കരങ്ങൾ ഉയർത്തുക. കർത്താവായ ഈശോയെ, അങ്ങയുടെ കൃപ കൂടാതെ പാപത്തിൽ നിന്ന് പിന്തിരിയാനാവില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർന്ന സ്വരത്തിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. ഈശോയെ, ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. ഞങ്ങളുടെ ഭാരങ്ങൾ എടുത്തു മാറ്റണമേ. ദുഃഖങ്ങൾ എടുത്തു മാറ്റണമേ. രോഗപീഠകൾ എടുത്തു മാറ്റണമേ. അശുദ്ധി എടുത്തു മാറ്റണമേ. തെറ്റായ പ്രവണതകൾ എടുത്തു മാറ്റണമേ. മദ്യപാന ശീലം അങ്ങ് എടുത്തു മാറ്റണമേ. ദുശീലങ്ങൾ എടുത്തു മാറ്റണമേ. മയക്കുമരുന്നിനോടുള്ള ആസക്തി എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. അശുദ്ധിയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞു, അച്ഛൻ്റെ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കല്യാണം ശരിയാവുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, പല സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയി, 36 വയസ്സായി, എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പോൾ അമ്മയുടെ കൂടെ വന്നാണ്. അമ്മ പറഞ്ഞു, അച്ഛ ഇനി എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയുകയില്ല. ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ഒരു വചനഭാഗം സങ്കീർത്തനം 136 സങ്കീർത്തനം 136 പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു പ്രത്യേക സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ് എന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പേര് തന്നെ. ഈ എല്ലാ വചനത്തിന് ശേഷവും 26 വചനങ്ങളാണ്. എല്ലാ വചനവും അവസാനിക്കുന്നത് അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടത്തേക്ക് നന്ദി പറയുവിൻ എന്ന വചനത്തോടെയാണ്. നമുക്ക് ഏറ്റുപറയാം, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്, അവിടത്തേക്ക് നന്ദി പറയുവിൻ. ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അത്ഭുതകരമായി ഇടപെട്ട ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എല്ലാ വചനത്തിന് ശേഷവും പറയുകയാണ്, കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. വിവാഹം നടക്കുന്നില്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം ഞങ്ങളുടെ കാര്യം മറന്നുപോയി എന്ന് വന്ന് പറയുന്ന വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, നിൻ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തിന് ഹൃദയപൂർവം നന്ദി പറയുക. നിന്റെ ചരിത്രത്തിൽ, നിന്റെ പിൻകാലങ്ങളിൽ ഇടപെട്ട ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുക. ഹല്ലേലൂയ. എന്നിട്ട് ഈ സഹോദരിയോട് പ്രാർത്ഥനയുടെ സമയത്ത് ചോദിച്ചതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രത്യേകമായി ഇടപെട്ട എന്തെങ്കിലും ഒരു സംഭവം ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ സഹോദരി പറയുകയാണ്, അച്ഛാ എൻ്റെ ഈ അമ്മച്ചി പറയുകയാണ്, എൻ്റെ വിവാഹം നടന്നത് തന്നെ 36 വയസ്സിന് ശേഷമാണ്. നാട്ടുകാർ പറഞ്ഞു കല്യാണം നടക്കാൻ ഒരു സാധ്യതയുമില്ല, ഇനി നടന്നാൽ തന്നെ മക്കളുണ്ടാകാൻ സാധ്യതയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഈ സ്ത്രീയുടെ കല്യാണം നടന്നു എന്ന് മാത്രമല്ല, ഇന്ന് ഈ സ്ത്രീ 5 മക്കളുടെ അമ്മയാണ്. ഇപ്പം 36 വയസ്സുള്ള മൂത്ത മകളെക്കുറിച്ചാണ് ഈ അമ്മ പരാതിയുമായി വന്നിരിക്കുന്നത്, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പം ഈ സഹോദരിയോട് ദൈവം പറഞ്ഞത്, ഈ അമ്മച്ചിയുടെ വിവാഹം 36 വയസ്സിന് ശേഷം നടത്തിക്കൊടുത്ത ഈ അമ്മച്ചിക്ക് 5 മക്കളെ നൽകിയ ദൈവത്തിന് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഈ അമ്മച്ചിയോട് പറഞ്ഞു, നന്ദി സൂചകമായി 3 വിശുദ്ധ കുർബാന അർപ്പിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവത്തിന് 3 മാസത്തിന് ശേഷം ഈ അമ്മച്ചി കല്യാണത്തിനുള്ള കാർഡുമായിട്ട് വന്നു. മകളുടെ വിവാഹം എല്ലാ തടസ്സവും ദൈവം മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു വചനം ഇങ്ങനെയാണ്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടെ എടുക്കപ്പെടും.
പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടെ എടുക്കപ്പെടുന്നത്? ഇല്ലാത്തവനിൽ നിന്ന് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത്? ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വാക്ക് അവിടെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. ആ വാക്ക് ഇങ്ങനെയാണ്, നന്ദി എന്നാണ് ആ വാക്ക്. നന്ദി ഉള്ളവന് നൽകപ്പെടും, നന്ദി ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടെ എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ യുണൈറ്റഡ് കിങ്ഡം, ഈ രാജ്യത്ത് മലയാളികളായി നമുക്ക് എല്ലാ നിമിഷവും തല കുമ്പിട്ട് പറയാൻ പറ്റുന്ന ഒരേ ഒരു വാക്കേ ഉള്ളൂ, നന്ദി, 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 നന്ദി. കർത്താവേ, അങ്ങൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? പ്രിയപ്പെട്ടവരെ, നാം പരാതിയിൽ നിന്ന്, അസ്വസ്ഥതയിൽ നിന്ന്, ആകുലതയിൽ നിന്ന് നാം വിട്ടുപോകുന്നത് ദൈവത്തിന് നന്ദി പറയുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ അവിടത്തേക്ക് നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ. കാരണം നാം ഒന്നിനും അർഹരല്ല. നമ്മുടെ എല്ലാ സത്പ്രവർത്തികളും ഒരു കീറത്തുണിക്ക് സമാനമാണെന്ന് പ്രവാചകൻ വെളിപ്പെടുത്തുകയാണ്. നാം പറയേണ്ടത് നന്ദിയാണ്. നമ്മുടെ മക്കളെ കുറിച്ച് ആകുലപ്പെടുന്നതിന് മുമ്പ് മക്കളെ നൽകിയ ദൈവത്തിന് നന്ദി പറയുക. നാം ജോലിക്ക് ലഭിക്കാത്ത പ്രമോഷനെ കുറിച്ച് പരാതി പറയുന്നതിന് മുമ്പ് ജോലി നൽകിയ ദൈവത്തിന് മുമ്പിൽ ശിരസ് നമിച്ച് താണു വീണ ആ പാദം ചുംബിച്ച് പറയുക, യേശുവേ നന്ദി, ഞാൻ നിന്നോട് കടപ്പെട്ടവനാണ്, ഞാൻ നിന്നോട് നന്ദിയുള്ളവനാണ്. നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, എനിക്ക് രോഗം വന്നപ്പോൾ, എൻ്റെ പെർമിറ്റ് ഇല്ലാതായപ്പോൾ, എനിക്ക് ജോലിയില്ലാത്ത അവസ്ഥ വന്നപ്പോൾ, വീടിന് വേണ്ടി അലഞ്ഞപ്പോൾ, മക്കളില്ലാത്ത അവസ്ഥ വന്നപ്പോൾ, വിവാഹം നടക്കാത്ത അവസ്ഥ വന്നപ്പോൾ, ഈശോയെ നീ എന്നെ കരം പിടിച്ച് നടത്തി. നിന്റെ കരുണയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സങ്കീർത്തനം 94:17-18 വാക്യങ്ങൾ ഇങ്ങനെയാണ്, കർത്താവ് എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ പണ്ടേ മൂകതയുടെ ദേശത്തെത്തുമായിരുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മെ ഈ രാജ്യത്തിൽ, നാം ജനിക്കാത്ത ഈ രാജ്യത്തിൽ നമ്മെ താങ്ങി നിർത്തുന്നത് നമ്മുടെ ദൈവത്തിന്റെ കരുണയാണ്. നാം ഇത് മറക്കാൻ പാടില്ല. ഹല്ലേലൂയ! യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജർമ്മനിയിൽ ഞങ്ങൾക്കൊരു ധ്യാന കേന്ദ്രമുണ്ട്. ബെർലിനിലാണ് ഈ ധ്യാന കേന്ദ്രം. അവിടെ ഒരിക്കൽ ധ്യാനിപ്പിക്കാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇപ്പം ഈ രാജ്യത്ത് വലിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം ഇതാണ്, ഇവിടെ ഒത്തിരി റെഫ്യൂജീസ്, ഒത്തിരി അഭയാർത്ഥികൾ വന്ന് കൂടുകയാണ്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ളവർക്കെല്ലാം ഒത്തിരി അസ്വസ്ഥതയുണ്ട്. ഞങ്ങൾക്ക് അവിടെ മലയാളത്തിലും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വളരെ അസ്വസ്ഥരാണ് ഈ രാജ്യത്തേക്ക് അഭയാർത്ഥികൾ വരുന്നതിൻ്റെ പേരിൽ. ഇവർ പറയുകയാണ്, ഞങ്ങളുടെ ഈ രാജ്യത്തിലുള്ള സമ്പത്തും സ്ഥലങ്ങളും എങ്ങനെയാണ് വിദേശികൾക്ക് ഞങ്ങൾ പങ്കിട്ട് കൊടുക്കുക? അതുമാത്രമല്ല, അവരുടെ ജീവിതത്തിലുള്ള അസ്വസ്ഥത ഇങ്ങനെയാണ്, ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സംസ്കാരം അറിയില്ല, ഭാഷ അറിയില്ല, ഇവർ വേറെ വിജാതീയരാണ്, വേറെ മതവിഭാഗത്തിൽപ്പെടുന്നവരാണ്, ഇവരെ എങ്ങനെയാണ് സ്വീകരിക്കുക? പ്രിയപ്പെട്ടവരെ, ഒത്തിരി പേർക്ക്, ഈവൻ മലയാളികൾക്ക് പോലും അസ്വസ്ഥതയാണ്. ദൈവം അവരോട് സംസാരിച്ചത് ഇങ്ങനെയാണ്. ഇത് നിയമാവർത്തന പുസ്തകം അധ്യായം 10 വാക്യം 19 വചനം ഇങ്ങനെയാണ്, നിങ്ങൾ പരദേശിയെ സ്നേഹിക്കുക, എന്തെന്നാൽ ഈജിപ്തിൽ നിങ്ങളും പരദേശികളായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴെങ്കിലും പരദേശികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, റെഫ്യൂജീസിനെതിരെ പിറുപിറുത്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നാം ദൈവത്തോട് നന്ദിയില്ലാത്തവരും അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് അഹങ്കാരം കടന്നു വരുന്നു എന്നുള്ളതുമാണ് അർത്ഥം. നാമും ഒരിക്കൽ പരദേശികളായിരുന്നു, നമുക്കൊരു രേഖയുമില്ലായിരുന്നു, ഒരു അർഹതയുമില്ലായിരുന്നു. നമ്മുടെ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ഈ കരുണ മറ്റുള്ളവരോടും കാണിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. നാം ആർക്കുമെതിരെ പിറുപിറുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് സകലരുടെയും ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അഭയാർത്ഥികളാണ് ഈ രാജ്യത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവരുന്നത്. അവർക്ക് വീടില്ല, കുടിയില്ല, പാർപ്പിടമില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് പാർപ്പിടവും കുടിയും അഭയവും നൽകേണ്ടത് നമ്മളാണ്. നമ്മൾ ഒരിക്കലും അവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല. അവർ വീണ്ടും പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ സമ്പത്ത് അവരുമായി ഭാഗം വയ്ക്കുക? പ്രിയപ്പെട്ടവരെ, ദൈവം അവരോട് പറഞ്ഞു, നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വചനം ഇങ്ങനെയാണ്, നിയമാവർത്തനം 8, 16 മുതൽ 18 വരെ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന
മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് ശക്തി നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ശക്തിയോ കരബലവുമല്ല നമുക്ക് ഈ രാജ്യത്ത് സമ്പത്തോ വീടോ എന്തെങ്കിലും ജോലിയോ ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഔദാര്യമാണ്. ഈ ഔദാര്യം നാം മറ്റുള്ളവർക്ക് പങ്കുവെക്കണം. അപ്പോഴാണ് നാം മനസ്സിലാക്കുക നാം ഒന്നിനും അർഹരല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ, വിശാലമാകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് വരുന്നു. നമുക്ക് പരദേശികൾക്ക് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് നൽകിയ അതേ കരുണ മറ്റുള്ളവർക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.